ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ട്രിഗണോമെട്രി എന്ന +1 ചാപ്റ്ററിലെ 4ാമത്തെ പാർട്ടാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സം ആൻഡ് പ്രോഡക്റ്റ് ഫോർമുലയാണ്. അപ്പോൾ ഇനി ഫോർമുല ബേസ്ഡ് ആണ് ചെയ്യാനുള്ളത്. ഡെറിവേഷൻ നമ്മൾ ചെയ്യുന്നില്ല, ബൈ ഹാർട്ട് പഠിക്കുന്നു. സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി, sin of a plus b minus sin of a minus b, cos of a plus b plus cos of a minus b, cos of a plus b minus cos of a minus b. അപ്പോൾ സൈൻ്റെ പ്ലസ്, സൈൻ്റെ മൈനസ്, കോസിൻ്റെ പ്ലസ്, കോസിൻ്റെ മൈനസ്, നാലും ഒരുമിച്ച് പഠിക്കുന്നതായിരിക്കും എളുപ്പം. എല്ലാത്തിലും 2 ഉണ്ട്, അവസാനത്തിൽ മാത്രം മൈനസ് ഉണ്ടായിരിക്കും. ഒന്നാമത്തെ പാർട്ട് സൈൻ എ കോസ് ബി, പിന്നെ കോസ് സൈൻ, കോസ് കോസ്, സൈൻ സൈൻ, അങ്ങനെ ഒരു ഓർഡറിൽ പഠിച്ച് വയ്ക്കുക. അപ്പോൾ ഞാൻ സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി പറയുമ്പോൾ 2 സൈൻ എ കോസ് ബി, സൈൻ ഓഫ് എ പ്ലസ് ബി മൈനസ് സൈൻ ഓഫ് എ മൈനസ് ബി പറയുമ്പോൾ 2 കോസ് എ സൈൻ ബി. രണ്ട് കോസിൻ്റെ പ്ലസ് ആണെങ്കിൽ 2 കോസ് എ കോസ് ബി, കോസിൻ്റെ മൈനസ് ആണെങ്കിൽ -2 സൈൻ എ സൈൻ ബി. ഈ ഐഡിയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സി ഡി ഫോർമുല ഉണ്ടാക്കുന്നത്. എ പ്ലസ് ബിക്ക് പകരം സിയും എ മൈനസ് ബിക്ക് പകരം ഡിയും കൊടുത്താൽ ഇതേ സാധനം സൈൻ സി പ്ലസ് സൈൻ ഡി എന്നാണ് വരിക. അപ്പോൾ എ എന്താവും? സി പ്ലസ് ഡി ബൈ 2, ബി സി മൈനസ് ഡി ബൈ 2, അങ്ങനെ ഡെറിവേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കാണാൻ പഠിക്കുന്നു സൈൻ്റെ പ്ലസ്, സൈൻ്റെ മൈനസ്, കോസിൻ്റെ പ്ലസ്, കോസിൻ്റെ മൈനസ്, എല്ലാത്തിനും 2, അവസാനത്തിന് മാത്രം മൈനസ്. അതേ പാറ്റേൺ ആണ്. ഇത് പാർട്ട് സൈൻ കോസ്, ഇത് കോസ് സൈൻ, കോസ് കോസ്, സൈൻ സൈൻ, ഇതേ പാറ്റേൺ തന്നെ വരിക. അപ്പം ഞാനൊന്ന് പറഞ്ഞു നോക്കാം. സൈൻ സി പ്ലസ് സൈൻ ഡി വരുമ്പോൾ സൈൻ്റെ പ്ലസ് ആണ് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2. അപ്പോൾ സൈൻ സി മൈനസ് സൈൻ ഡി ആകുമ്പോൾ 2 കോസ് സി പ്ലസ് ഡി ബൈ 2 സൈൻ സി മൈനസ് ഡി ബൈ 2 എന്നാണ് വരിക. അപ്പോൾ അത് 4 പഠിക്കുക. ട്രിഗണോമെട്രി റേഷ്യോ ഓഫ് 2x and 3x etc. ആണ്. മൾട്ടിപ്ലൈ ആൻഡ് സബ് മൾട്ടിപ്ലൈ ആംഗിൾ എന്നാണ് പറയുക. അപ്പോൾ സൈൻ 2x 2 ഫോർമുലയുണ്ട്. ഒന്ന് 2 sin x cos x, സെക്കൻഡ് ഫോർമുല 2 tan x by 1 plus tan square x. cos 2x 4 ഫോർമുലയുണ്ട്. ഒന്ന് cos square x minus sin square x, ഒന്ന് 2 cos square x minus 1, ഒന്ന് 1 minus 2 sin square x, ഒന്ന് 1 minus tan square x by 1 plus tan square x. 4 ഫോർമുല. tan 2xന് ഒരു ഫോർമുലയേ ഉള്ളൂ, 2 tan x by 1 പ്ലസ് അല്ല 1, ഇവ തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ, 1 മൈനസ് tan square x ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഫോർമുല നന്നായിട്ട് ബൈ ഹാർട്ട് ആക്കുക. അതിനുശേഷം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഫോർമുലയൊക്കെ പഠിച്ചു കഴിഞ്ഞു വിചാരിക്കുന്നു. നമ്മൾ സി ഡി ഫോർമുല എന്ന സെക്ഷൻ വെച്ചിട്ടാണ് പ്രോബ്ലം. ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്ററിൽ ചോദിക്കുന്നത് സി ഡി ഫോർമുല വെച്ചിട്ടാണ്. അപ്പം സിംപ്ലിഫൈ അല്ലെങ്കിൽ ഷോ ദാറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ വരിക. sin 5x plus sin 3x by cos 5x plus cos 3x. അപ്പോൾ നമ്മളെപ്പോഴാണ് ഈ സി ഡി ഫോർമുല ഉപയോഗിക്കുന്നത്? കാരണം 3x വരെ, sin 3x വരെയുള്ള വാല്യൂ ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചു വയ്ക്കുന്നത്. sin 3xും cos 3xും tan 3xും പഠിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള വലിയ ആംഗിൾ വരുമ്പോഴാണ് നമ്മൾ മിക്കവാറും സി ഡി ഫോർമുലകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ sin c പ്ലസ് sin d എന്നൊരു ഫോർമുല നമുക്കറിയാം. ഞാനിവിടെ c കൊടുക്കുന്നു, ഇവിടെ d കൊടുക്കുന്നു. cos c പ്ലസ് cos d എന്ന ഫോർമുല എനിക്കറിയാം. എന്താണ് സൈൻ സി പ്ലസ് സൈൻ ഡി? 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2. സൈൻ്റെ പ്ലസ് വരുമ്പോൾ സൈൻ കോസ് എന്ന സ്റ്റൈലാണ് വരിക. അപ്പോൾ നമ്മൾ ചെയ്യുന്നു 2 സൈൻ സി പ്ലസ് ഡി ബൈ 2. 5 3 8ൻ്റെ പകുതി 4x. മനസ്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. 5x 3x 4x, 4xൻ്റെ പകുതി, സോറി 5x 3x 8x, 8xൻ്റെ പകുതി 4x. കോസ് സി മൈനസ് ഡി ബൈ 2, 5 3 കുറച്ചാൽ 2 ആണ്, 2ൻ്റെ പകുതി 1x ആണ്, ബൈ cos c plus cos d യുടെ ഫോർമുല 2 cos c plus d by 2. 5 3 8, 8ൻ്റെ പകുതി 4x. cos c plus cos d യുടെ ഫോർമുല 2 cos c plus d by 2 cos c minus d by 2 ആണ്. കോസിൻ്റെ പ്ലസ് വരുമ്പം 2 കോസാണ് വരിക. ഫോർമുല എല്ലാം ബൈ ഹാർട്ട് ആക്കുക. cos c minus d by 2 അത് x ആണ് വരിക. 5 3x കുറച്ചാൽ 2, 2ൻ്റെ പകുതി x ആണ്. ഈ സാധനം വെട്ടി ഈ 2 വെട്ടി, ഇത് ആൻസർ ഈക്വൽ ടു സൈൻ ബൈ കോസ് ദാറ്റ് ഈക്വൽ ടു ടാൻ ആണ്, ടാൻ 4x ആണ്. രണ്ടാമത്തെ ഫോർമുല ക്വസ്റ്റ്യൻ കോസ് 7x പ്ലസ് കോസ്, ഇതൊക്കെ വലിയ വലിയ ആംഗിളാണ്. അപ്പോൾ വലിയ വലിയ ആംഗിൾ മാത്രമല്ല, മുകളിൽ 3 പേര് വന്നിട്ടുണ്ട്. 2 പേരെ വെച്ചാണല്ലോ നമ്മൾ സി ഡി ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്പോൾ സി ഡി ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഒരു തട്ടിപ്പ് കൂടിയുണ്ട്. 3 പേര് മുകളിൽ വന്നാൽ ഏറ്റവും വലുത് ആദ്യം എഴുതുക, അതിൻ്റെ കൂടെ ഏറ്റവും ചെറുത് എഴുതുക. ആംഗിള് ഏറ്റവും വലിയ ആംഗിളിൻ്റെ കൂടെ ഏറ്റവും ചെറുത് എഴുതുക. വലുതും ചെറുതും അടുപ്പിച്ചെഴുതുക, വലുത് ആദ്യം എഴുതുക എന്ന ഐഡിയ ഉപയോഗിക്കാം. പ്ലസ് അടുത്തത് കോസ് 5x, അത് മാറ്റി എഴുതി, ബൈ ഇതും അതുപോലെ സൈൻ 7x കൂടെ സൈൻ 3x എഴുതുക.
പ്ലസ് സൈൻ 5x എന്ന് എഴുതുക. ഇതൊരു ടീമാക്കുക. സി ഡി ഫോമിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇതൊരു ടീമാക്കുക. അപ്പോൾ എന്താ മക്കളെ പഠിച്ച ഐഡിയ? വലുതും ചെറുതും അടുപ്പിച്ച് എഴുതുക. വലുത് ആദ്യം എഴുതുക. എന്താണ് കോസ് സി പ്ലസ് കോസ് ടിയുടെ ഫോമുല? 2 കോസ് സി പ്ലസ് ഡി ബൈ 2. 7 3 10, 10ൻ്റെ പകുതി 5x. കോസ് സി മൈനസ് ഡി ബൈ 2. 7 3 കുറച്ച് 4, 4ൻ്റെ പകുതി 2x. പ്ലസ് ഇത് അതുകൊണ്ടാണ് വയ്ക്കുക. ബൈ സൈൻ സി പ്ലസ് സൈൻ ഡിയുടെ ഫോമുല 2 സൈൻ സി പ്ലസ് ഡി ബൈ 2. സൈൻ സി പ്ലസ് ഡി ബൈ 2 10ൻ്റെ പകുതി 5x. കോസ് സി മൈനസ് ഡി ബൈ 2. 7 4 കുറച്ച് 3 കുറച്ച് 4 ആണ്, 4ൻ്റെ പകുതി 2x. പ്ലസ് ഇത് അതുപോലെ എഴുതി വെക്കുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും കോമൺ ആയിട്ട് ഒരാളുണ്ടാവും കേട്ടോ. മുകളിൽ കോസ് 5x ടേക്കിംഗ് ഔട്ട് സൈഡ്, ബാക്കി 2 കോസ് 2x പ്ലസ് 1 ആണ്. താഴെ സൈൻ 5x ടേക്കിംഗ് ഔട്ട് സൈഡ്, ബാക്കി 2 കോസ് 2x പ്ലസ് 1 ആണ്. ഈ 2 കോസ് 2x രണ്ടും വെട്ടിപ്പോയി. ബാക്കി കോസ് ബൈ സൈൻ ആണ്, അത് കോട്ടാണ്. കോട്ട് 5x ആണ്. ചെറിയൊരു ഷോർട്ട് കട്ട് പറയാം. ഈ ആംഗിളുകളൊന്ന് അനലൈസ് ചെയ്യുക. അതിലേറ്റവും വലുതും ഏറ്റവും ചെറുതും കൂട്ടുക. 7 3 10, അതിൻ്റെ പകുതി 5. ആ 5 ആണ് നടുക്ക് വരുന്നതെങ്കിൽ ഒരു തട്ടിപ്പുണ്ട്. ആൻസർ ഇതായിരിക്കും. കോസ് നടുക്ക് താഴെ കോസ് 5x ബൈ സൈൻ 5x. താഴെ അതുപോലെ വരണേ, എന്നാൽ ഉത്തരം കോട്ട് 5x കണ്ടാ. ഓക്കെ, ഈ സി ഡി ഫോമിൽ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഷോ ദാറ്റ് കോസ് എക്സ് പ്ലസ് കോസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 കോസ് സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ 2. ഇതിലെങ്ങനെയാണ് സി ഡി ഫോമിലെയാണ് അപ്ലൈ ചെയ്യുക എന്ന് കുട്ടിക്ക് മനസ്സിലാവുക. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. എല്ലാ ബേസിക് മാത്സ് അറിയുന്നവരും ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ഷോ ദാറ്റ് ഉത്തരത്തിലേക്ക് നോക്കൂ എല്ലാവരും. അത് എക്സ് മൈനസ് വൈ ബൈ 2 ആണ്. ഒരു എക്സ് എന്ന ആംഗിളും ഒരു വൈ എന്ന ആംഗിളും തന്നിട്ട് ഉത്തരത്തിൽ എക്സ് പ്ലസ് വൈ ബൈ 2 എക്സ് മൈനസ് വൈ ബൈ 2 വന്നിട്ടുണ്ടെങ്കിൽ അത് സി ഡി ഫോമിലെയാണ്. അതാണ് ഐഡിയ. ഒരു സിയും ഒരു ഡിയും എന്ന ആംഗിൾ തന്നിട്ട് സി പ്ലസ് ഡി ബൈ 2 സി മൈനസ് ഡി ബൈ 2 പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ അത് സി ഡി ഫോമിലെയാണ്. അപ്പോൾ എക്സ് എന്നൊരു ആംഗിൾ തന്നിരിക്കുന്നു, വൈ എന്നൊരു ആംഗിൾ തന്നിരിക്കുന്നു. പ്രൂവ് ചെയ്യേണ്ടത് എക്സ് പ്ലസ് വൈ ബൈ 2 ആയാലും എക്സ് മൈനസ് വൈ ബൈ 2 ആണെങ്കിലും അത് സി ഡി ഫോമിലെയാണെന്ന് ഉറപ്പായി. സി ഡി ഫോമില പറയും. എന്താണ് കോസ് സി പ്ലസ് കോസ് ടി? 2 കോസ് സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2. അതിൻ്റെ സ്ക്വയർ ആണ് എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ സൈൻ എക്സ് മൈനസ് സൈൻ വൈയുടെ ഫോമുല അതും സൈൻ സി മൈനസ് സൈൻ ഡി പോലെയുണ്ട്. അത് 2 കോസ് സി പ്ലസ് ഡി ബൈ 2 എന്നാണ് വരിക. ഇൻറ്റു കോസ് സൈൻ എന്ന ഫോമാറ്റാണ് സൈൻ സി മൈനസ് സൈൻ ഡി, സൈൻ സി മൈനസ് ഡി ബൈ 2 എന്നാണ് വരിക. ഫോർമുല ശരിക്കും ബൈ ഹാർട്ട് ആവുക. സൈൻ സി മൈനസ് സൈൻ ഡിയുടെ ഫോമുല 2 കോസ് സി പ്ലസ് ഡി ബൈ 2 സൈൻ സി മൈനസ് ഡി ബൈ 2 ആണ്. ഓക്കെ, ഇനി നമുക്കൊന്ന് സ്ക്വയർ നോക്കാം. 2 സ്ക്വയർ 4 ആണ്. ഓരോരുത്തർക്കും സ്ക്വയർ കൊടുക്കുക. രണ്ടാമത്തവന് സ്ക്വയർ കൊടുത്തു. സിമ്പിളാണ് ഇതിരിക്കും. 2 സ്ക്വയർ 4 ആണ്. കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ 2. എപ്പോഴും ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കോമൺ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു 4 ടേക്കിംഗ് ഔട്ട് സൈഡ്. ഇനി ആരെങ്കിലും കോമൺ ഉണ്ടോ? ഉണ്ടാവല്ലോ. ഒരു കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ 2. ഓ, ഇത് സിയും ഡി അല്ല. എക്സ് പ്ലസ് വൈ ബൈ 2 എക്സ് മൈനസ് വൈ ബൈ 2 എക്സ് പ്ലസ് വൈ ബൈ 2 എക്സ് മൈനസ് വൈ ബൈ 2. ഇതിലെന്തായാലും ഒരു ഉത്തരം ഇങ്ങനെ ആവാനാണ് ചാൻസ് കേട്ടോ. ഇതിനെ നോക്കിയിട്ട്. അപ്പോൾ ഇതിൽ കോസ് സ്ക്വയർ എക്സ് ബൈ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 കോമൺ ആണ്. അപ്പോൾ അത് ഞാൻ ടേക്കിംഗ് ഔട്ട് സൈഡ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ 2 പുറത്തേക്ക് എടുത്തു. ബാക്കി വരുന്നത് ഇവിടെ കോസ് സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ 2 വരുന്നുണ്ട്. ഇവിടെ സൈൻ സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ 2 വരുന്നുണ്ട്. അതുപോലത്തെ ക്വസ്റ്റ്യനൊക്കെ എപ്പോഴും കോമൺ ഉണ്ടാവും. ഞാൻ ആരൊക്കെ കോമൺ എടുത്ത് 4 ടേക്കിംഗ് ഔട്ട് സൈഡ്, ഒരു കോസ് സ്ക്വയർ തീറ്റയും ഇവിടെ ഒരു കോസ് സ്ക്വയർ തീറ്റയും കോമൺ എടുത്തു. ഇനി ഉള്ളിൽ ബാക്കിയുള്ളത് ഒരു കോസ് സ്ക്വയർ തീറ്റ ഇവിടെയുണ്ട്, ഒരു സൈൻ സ്ക്വയർ തീറ്റ. ആംഗിൾ എക്സ് മൈനസ് വൈ ബൈ 2 ഇവിടെ എക്സ് മൈനസ് വൈ ബൈ 2. ഇവിടെ ഞാൻ തീറ്റ എന്ന് കൊടുത്തു, ഇവിടെ തീറ്റ എന്ന് കൊടുത്തു. ഇത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ, അത് 1 ആണ്. Therefore the answer is 4 into cos square x plus y by 2 into 1 ആണ്. അപ്പോൾ ഷോ ദാറ്റ് അങ്ങനെ തന്നെയാണ് ഉത്തരം. 4 cos square x plus y by 2 ആണ്. ഓക്കെ, അപ്പോൾ സി ഡി ഫോമിലെയാണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്?
തന്നത് എക്സും വൈയും ആംഗിളാണ്. കണ്ടുപിടിക്കേണ്ടത് x+y/2 ആണെങ്കിലും x-y/2 ആണെങ്കിലും ഉറപ്പിച്ചോളൂ അത് സി ഡി ഫോർമുലയാണ്. ഓക്കെ, സി ഡി ഫോർമുല വെച്ചിട്ട് വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം മക്കളെ. ഇഫ് cos a plus cos b equal to 1/3 sin a plus sin b equal to 1/4 find tan of a plus b/2 ആണ്. കണ്ടില്ലേ, തന്ന ആംഗിൾ എയും ബിയും വെച്ചിട്ടാണ്. കണ്ടുപിടിക്കേണ്ട ആംഗിൾ a+b/2 ആയാലും a-b/2 ആയാലും ഉറപ്പിച്ചോളൂ സി ഡി ഫോർമുലയാണ്. അപ്പോൾ ഞാൻ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 1 ദാറ്റ് ഇംപ്ലൈസ് അത് cos c plus cos t പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ് cos c plus cos t? 2 cos a plus b/2 cos a minus b/2. അതിന് ഇക്വേഷൻ നമ്പർ ഈക്വൽ ടു 1/3 എന്ന് കൊടുത്തു. രണ്ടാമത്തത് സൈൻ സി പ്ലസ് സൈൻ ഡി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 ഇംപ്ലൈസ് എന്താണ് സൈൻ സി പ്ലസ് സൈൻ ഡി? 2 സൈൻ സി പ്ലസ് d/2 cos c minus d/2 ഈക്വൽ ടു 1/4 എന്ന് കിട്ടി. എന്താണ് സൈൻ സി പ്ലസ് സൈൻ ഡിയുടെ ഫോർമുല? 2 സൈൻ സി പ്ലസ് d/2 cos c minus d/2 എന്നാണ്. സിയും ഡിയും പറയുമ്പോഴേ പറയാൻ പാടില്ല, എഴുതുമ്പോൾ a പ്ലസ് എയും ബിയും എഴുതണേ. ഇനി ഇക്വേഷൻ നമ്പർ എനിക്ക് കിട്ടുന്ന ടാൻ അല്ലേ, ടാൻ കിട്ടണമെങ്കിൽ സൈൻ ബൈ കോസ് ആണ്. അപ്പോൾ ഞാൻ ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 ചെയ്യും. കാരണം ഒരേ സാധനം വെട്ടിപ്പോവും, സൈൻ ബൈ കോസേ ടാൻ ആവുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയേ, ഇത് ഞാൻ സ്റ്റെപ്പ് എഴുതൂല. ദിസ് ഇക്വേഷൻ നമ്പർ 2 ബൈ ഇക്വേഷൻ നമ്പർ 1 ആണ്. അപ്പോൾ 2 2 വെട്ടിപ്പോവും, ഈ സാധനം വെട്ടിപ്പോവും, ദിസ് ബൈ ദിസ് ആണ്. ബാക്കി ഇങ്ങനെ വരും, സൈൻ ഓഫ് a plus b/2 ബൈ കോസ് ഓഫ് a plus b/2 ഇക്വേഷൻ നമ്പർ 2 ബൈ ഇക്വേഷൻ നമ്പർ 1 ചെയ്യുമ്പോൾ ഇതും വെട്ടിപ്പോവും. ഇതിങ്ങനെയാണ് വരിക, ദിസ് ബൈ ദിസ് ഈക്വൽ ടു, അപ്പോൾ 1/4 ബൈ 1/3 എന്നാണ് വരിക. സെക്കൻഡ് ബൈ ഫസ്റ്റ് ആണ്. ഇത് രണ്ടും ടാൻ ആയ മക്കളെ. അപ്പോൾ ടാൻ ഓഫ് a plus b/2 ദാറ്റ് ഈക്വൽ ടു, ഇത് തിരിഞ്ഞു പോകുമ്പോൾ 3/4 ആയിട്ടാണ് വരിക. അപ്പോൾ ഞാൻ പറഞ്ഞത് വീണ്ടും പറയാണ്, രണ്ട് ആംഗിൾ എയും ബിയും തന്നിട്ട് a+b/2ൻ്റെയും a-b/2ൻ്റെയും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മളത് സി ഡി ഫോമിൽ തന്നെ അപ്ലൈ ചെയ്യണമെന്ന് ഉറപ്പാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സൈൻ 105 പ്ലസ് കോസ് 105. സൈൻ 105ൻ്റെ വാല്യൂ സൈൻ ഓഫ് 60 + 45 ചെയ്താൽ കിട്ടും. ചില ഉള്ളിൽ കാണാൻ പഠിക്കുകയും ചെയ്യും. കോസ് 105ൻ്റെ വാല്യൂ കോസ് ഓഫ് 60 + 100 ചെയ്താൽ കിട്ടും. പക്ഷെ അതിനൊപ്പം സി ഡി ഫോമിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു. സി ഡി ഫോമിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സി ഡി ഫോമിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് സൈന് ഇതും സൈൻ ആവണം, രണ്ടും സൈനും രണ്ടും കോസും ആവണം. ഒന്നുകിൽ രണ്ട് സൈൻ ആവണം, അല്ലെങ്കിൽ രണ്ട് കോസ് ആവണം. ഞാൻ ഈ കോസിനെ സൈൻ ആക്കാൻ പോവാണ്. ഒരു കോസിനെ സൈൻ ആക്കാൻ ഒന്നുകിൽ രണ്ട് സൈൻ ആവണം, അല്ലെങ്കിൽ രണ്ട് കോസ് ആവണം. ഞാൻ കോസ് 105നെ സൈൻ ആക്കാൻ പോവാണ്. ഒരു സൈനിനെ കോസാക്കാൻ, ഒരു ടാനിനെ കോട്ടാക്കാൻ, ഒരു കൊസിക്കിനെ സീക്കാക്കാൻ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെ കോ ഫംഗ്ഷൻ ആക്കാൻ ഒരു എളുപ്പമുണ്ട്. നിങ്ങളതിനെ 90a+നോ 90a-നോ എഴുതിയാൽ മതി. ഒരു സൈനിനെ കോസാക്കാൻ പറ്റും, ഒരു കോസിനെ സൈനാക്കാൻ പറ്റും, ഒരു ടാനിനെ കോട്ടാക്കാൻ പറ്റും, ഒരു കോട്ടിനെ ടാനാക്കാൻ പറ്റും, കൊസീക്കിനെ സീക്കിനെ കൊസീക്കാക്കാൻ പറ്റും. 90a+ ബാക്കി എഴുതുക, അല്ലെ 90a- ആണ്. 90 കുറവാണ്, 90a- എഴുതുക. എന്നിട്ട് ഞാൻ റിഡക്ഷൻ ഫോർമുല ഓഫ് 90 പറഞ്ഞത് 90 ആണെങ്കിൽ കോസ് എന്തായി മാറും, ഓട്ടോമാറ്റിക്കലി സൈൻ ആവും. ഓഡ് 90 ആവുമ്പോൾ ഫംഗ്ഷൻ കോ ഫംഗ്ഷൻ ആവും എന്നാണ് റിഡക്ഷൻ ഫോർമുല ഓഫ് 90 പറഞ്ഞിട്ടുള്ളത്. ഡയറക്റ്റ് സൈൻ പോയിന്റ്സ് എഴുതുക. ഈ 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് വരിക. 90a+ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനാണ് പോസിറ്റീവ്. എൻ്റെ ക്വസ്റ്റ്യൻ കോസ് ആയതുകൊണ്ട് ഇത് നെഗറ്റീവാണ്. ക്വസ്റ്റ്യനാണ് നോക്കേണ്ടത്. 90a+ ആണ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കോസ് നെഗറ്റീവാണ്. അപ്പോൾ ഉത്തരം മൈനസ് സൈൻ 15. അപ്പോൾ ക്വസ്റ്റ്യൻ ഈസ് ഈക്വൽ ടു സൈൻ 105 മൈനസ് സൈൻ 15 എന്ന് കിട്ടി. That's in the form of sin c minus sin d. എന്താണ് sin c minus sin d? 2 cos c plus d/2. 105 15 120. 120ൻ്റെ പകുതി 60 ഇൻറ്റു sin c minus d/2. 105 15 കുറച്ചാൽ 90. 90ൻ്റെ പകുതി 45. അപ്പം 2 ഇൻറ്റു cos 60യുടെ വാല്യൂ 1/2, sin 45ൻ്റെ വാല്യൂ 1/√2. ഇതൊന്നും പറ്റില്ല. ആൻസർ ഇസ് ഈക്വൽ ടു 1/√2. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതും സി ഡി ഫോമിൽ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. സിംപ്ലിഫൈ കോസ് ഓഫ് 3π/4 + x മൈനസ് കോസ് ഓഫ് 3π/4 - x എന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഏത് ക്വസ്റ്റ്യനും സി ഡി ഫോമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുക. കാരണം എന്നെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പമുള്ളത് സി ഡി ഫോമുലയാണ്. കോസ് ഇ മൈനസ് കോസ് ടിയുടെ ഫോമുല
-2 സൈൻ C+D/2. എൻ്റെ സി ഇത്ര വലുതാണ്, എൻ്റെ ഡി ഇത്ര വലുതാണ്. ഇതാണ് C+D/2. cos C മൈനസ് cos D രണ്ടും കോസാണ്. സോറി, cos C മൈനസ് cos D ആകുമ്പോൾ രണ്ടും സൈനാ വരിക, -2 ഉണ്ടാവുകയും ചെയ്യും. -2 സൈൻ C+D/2 സൈൻ C മൈനസ് D/2 ആണ്. C മൈനസ് D ആണ് 3π/4 പ്ലസ് എക്സ്. മൈനസ് ഓഫ് ദിസ് ആകുമ്പോൾ ഒരു -3π/4 വരും. മൈനസ് ഓഫ് വരുമ്പോൾ ഇത് പ്ലസ് ആണ് വരിക, പ്ലസ് x/2 ആണ് വരിക. ഈ മുക്കാലും വെട്ടിപ്പോയി, ഈ എക്സും വെട്ടിപ്പോയി. അപ്പം -2 സൈൻ, ഇത് 3/4 എന്നാ വായിക്കുക, മുക്കാലും 1.5 എന്നാ വായിക്കുക. 3/4 എന്ന് പറഞ്ഞാൽ മുക്കാലാണ്. അപ്പം മുക്കാലും 1.5 ആണ്. 1.5 പകുതിയുടെ പകുതി വീണ്ടും മുക്കാലാണ്. 1.5 മുക്കാലും 1.5 ആണ്. 1.5യുടെ പകുതി വീണ്ടും മുക്കാലാണ്. 3/4π പ്ലസ് 3/4π, 3/4π പ്ലസ് 3/4π 1.5π. 1.5πയുടെ പകുതി വീണ്ടും 3/4π ആയി. സൈൻ C മൈനസ് D/2, ഇത് വെട്ടിപ്പോയി, മുക്കാലും വെട്ടിപ്പോയി. എക്സും 2x പകുതി വീണ്ടും എക്സ് ആണ് വരിക. ഇനി നമ്മൾ സൈൻ 3π/4 തന്നെ വേറെ തന്നെ ചെയ്യണം. അത് റിഡക്ഷൻ ഫോർമുലയാണ്. സൈൻ 3π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ട്, 3 മിഠായി 4 പേർക്ക് ഷെയർ ചെയ്യുമ്പോൾ ഓരോക്കെ ഒരു മിഠായി കിട്ടില്ല എന്നാണ് പഠിപ്പിച്ചത്. π - π/4 ആണ്. 3 മിഠായി 4 പേർക്ക് ഷെയർ ചെയ്യുമ്പോൾ ഒരു മിഠായി തികയില്ല. അപ്പോൾ പൈ മൈനസ് ആണ്, പൈയൊക്കെ കുറവാണ്. എന്നിട്ട് നമ്മൾ സൈൻ π/4 എന്ന് ഡയറക്റ്റ് എഴുതും. ഇവിടെ പൈ വന്നാൽ, ഇത്ര പൈ വന്നാലും നമ്മൾ ഒഴിവാക്കുമെന്ന് റിഡക്ഷൻ ഫോർമുല പറയുന്നു. ഇനി ക്വാഡ്രന്റ് നോക്കാം. ASTZ എന്ന് എഴുതി. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്തുമ്പോഴാണ് പൈ ആവുക. പൈയേക്കാൾ കുറവ്, ദാറ്റ് മീൻസ് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡിൽ സൈൻ പോസിറ്റീവാണ്. ആൻസർ ഈസ് ഈക്വൽ ടു 1/√2 എന്ന് വരും. ഇവിടെ കൊടുക്കുമ്പോൾ -2 ഇൻറ്റു സൈൻ 3π/4 1/√2 കിട്ടി, ഇൻറ്റു സൈൻ എക്സ് എന്ന് കിട്ടി. ഈ √2 2 വെട്ടിക്കഴിഞ്ഞാൽ √2 ആണ്. ദ ആൻസർ ഈസ് ഈക്വൽ ടു -√2 സൈൻ എക്സ് ആണ്. ഇത് ചെയ്യാൻ എൻ്റെ കയ്യിൽ വേറൊരു ഫോർമുല കൂടിയുണ്ട്. ഞാനിതിനെ cos of A plus B എന്ന് എഴുതും. ഇതിന് മൈനസ് cos of A minus B എന്ന് എഴുതും. cos of A plus B മൈനസ് cos of A minus Bക്ക് ഡയറക്റ്റായിട്ട് എൻ്റെ കയ്യിൽ ഒരു ഫോർമുലയുണ്ട്. -2 sin A sin B. സമ്മാന പ്രോഡക്റ്റ് ഫോർമുല അവസാനത്തെ ആളാണ് cos of A plus B മൈനസ് cos of A minus B. എന്താ ഫോർമുല? -2 sin A sin B. ഇതാണല്ലോ CD ഫോർമുല നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. എന്നിട്ട് -2 സൈൻ A എന്താണ്? A എന്ന് പറഞ്ഞാൽ നമ്മുടെ A plus B 3π/4 ആണ്. സൈൻ B എന്നാണ്, സൈൻ എക്സ് ആണ്. അതിനല്ലേ മക്കളെ ഈ ഒരു സ്റ്റെപ്പ്. അപ്പോൾ ഇത്രയും വൃത്തികൾ എഴുതാതെ ഡയറക്റ്റായിട്ട് cos of A plus B മൈനസ് cos of A minus Bയുടെ ഫോർമുല -2 sin A sin B വെച്ചിട്ടും ഇത് ചെയ്യാൻ പറ്റും. ദ ആൻസർ ഈസ് -√2 sin x. ഓക്കെ, ഈ ചാപ്റ്ററിലെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ആയ കുറച്ച് ഫോർമുലാസ് കൂടി പറഞ്ഞു നോക്കാം. സൈൻ 3x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആംഗിളാണ്. 3x ഉം 2x ഒക്കെ. സൈൻ 2xൻ്റെ ഫോർമുല പഠിച്ചു നമ്മൾ. സൈൻ 2x 2 ഫോർമുല പഠിച്ചു. cos 2x 4 ഫോർമുല പഠിച്ചു. tan 2xന് ഒരു ഫോർമുലയും പഠിച്ചു. സൈൻ 3x ഒറ്റ ഫോർമുലയേ ഉള്ളൂ, 3 sin x - 4 sin cube x. ഫോർമുല എല്ലാവരും ബൈഹാർട്ടാക്കുക. അതിൻ്റെ ഡെറിവേഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. cos 3xൻ്റെ ഫോർമുല 4 cos cube x - 3 cos x ആണ്. tan 3xൻ്റെ ഫോർമുല 3 tan x - tan cube x by 1 - 3 tan square x ആണ്. ഇനി cos 2xൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഫോർമുലയാണ് ഇത് രണ്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. cos 2xന് 1 - 2 sin square x എന്നൊരു ഫോർമുലയുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ട് പോകാൻ പാടില്ല. cos 2x = 1 - 2 sin square x ആണ്. അപ്പോൾ അതിന് ഉണ്ടാക്കിയെടുത്ത ഫോർമുലയാണ് 1 - cos 2x = 2 sin square x. 1 + cos 2x = 2 cos square x. അതിൻ്റെ ഹാഫ് ആംഗിൾ ഫോർമുല എന്ന് പറഞ്ഞ സാധനമാണ്. ഇപ്പോൾ 2x ആകുമ്പോൾ x ആവുകയാണെങ്കിൽ ഇവിടെ x ആകുമ്പോൾ x/2 ആവും. 1 - cos x 2 sin square x/2. 1 + cos x 2 cos square x/2. അതുപോലെ sin 2x ഉണ്ടാക്കിയെടുത്ത ഫോർമുലയാണ്. sin 2x ശരിക്കുള്ള ഫോർമുല 2 sin x cos x ആണ്. അതിൻ്റെ ഹാഫ് ആംഗിൾ ഫോർമുലയാണ് sin x = 2 sin x/2 cos x/2. ഇത് വെച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സിംപ്ലിഫൈ. √1 - cos 2x by 1 + cos 2x ആണ്. ഞാൻ ആദ്യം ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായിരുന്നു 1 - cos 2xൻ്റെ ഫോർമുല മക്കളെ? 2 sin square x ആണ്. ഫുൾ ആംഗിൾ ഫോർമുല. 1 + cos 2xൻ്റെ ഫോർമുലയാണ് 2 cos square x ആണ്. ഈ 2 ും 2 വെട്ടി √sin square by cos. sin by cos എന്നും tan ആണ്. അപ്പോൾ sin square by cos tan square ആണ് വരിക. √tan square എന്ന് പറഞ്ഞാൽ √a² a ആണ്. ആൻസർ = tan x ആണ്. അപ്പോൾ അതുപോലെ
അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കിയേ. സിംപ്ലിഫൈ 1 + sin 2x by 1 - cos 2x by 1 + sin 2x + cos 2x ആണ്. നല്ല ക്വസ്റ്റ്യൻ, അടിപൊളി. അപ്പോൾ ഇതിൽ sin 2x ഫോമിൽ എനിക്കറിയാം, ഇവിടെ sin 2x ഫോമിൽ എനിക്കറിയാം. അപ്പോൾ അതൊന്ന് ഓർഡർ മാറ്റുകയാണ്, ക്വസ്റ്റ്യൻ ഒന്ന് ഓർഡർ മാറ്റുകയാണ്. 1 - cos 2x അടുപ്പിച്ച് എഴുതി, sin 2x ഫോമിൽ അറിയുന്ന sin 2x മാറ്റി വെച്ചു. അതുപോലെ 1 + cos 2x അടുപ്പിച്ച് എഴുതി, sin 2x മാറ്റി വെച്ചു. ഈ 1 - cos 2x ഫോമുല നമുക്കറിയാം, അതാണ് ഫോമുല 2 sin square x ആണ്. sin 2x ഫോമുലയാണ് 2 sin x cos x. അതുപോലെ 1 + cos 2x ഫോമുലയാണ് 2 cos square x. sin 2x ഫോമുലയാണ് 2 sin x cos x. എല്ലാ ടേമിലും ഉണ്ടെങ്കിൽ വെട്ടിക്കളയാമെന്ന റൂൾ ഉണ്ട് മാത്സിൽ. അല്ലെങ്കിൽ കോമൺ എടുത്താലും മതി. മുകളിൽ ആരാണ് കോമൺ? മുകളിൽ sin x കോമൺ ആണ്, ബാക്കി sin x + cos x ആണ്. താഴെ ആരാണ് കോമൺ? താഴെ cos x കോമൺ ആണ്. ഒരു cos സ്ക്വയറിൽ ഒരു cos എടുത്തു, cos x ടേക്കിംഗ് ഔട്ട് സൈഡ്, ബാക്കി cos x + sin x ആണ്. ഇത് രണ്ടും ഒരേ സ്ഥാനം വെട്ടിക്കളഞ്ഞു. ബാക്കി sin/cos ആണ്, sin/cos ദാറ്റ് ഈസ് ഈക്വൽ ടു tan x ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ഫോമുലാസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് sin 3x ഫോമിൽ വെച്ച് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. sin 3x + sin³ x by cos 3x - cos³ x എന്നാണ്. ഷോ ദാറ്റ് ആണ് ഉത്തരം, -cot x എന്നാണ് ഉത്തരം. സിംപ്ലിഫൈയും ഷോ ദാറ്റൊക്കെ ഒരുപോലെയാണ്. സിംപ്ലിഫൈ ആകുമ്പോൾ ഉത്തരം തരില്ല, ഷോ ദാറ്റ് ആകുമ്പോൾ ഉത്തരം തരും. അപ്പോൾ sin 3x ഫോമുല മറന്നുപോയോ? 3 sin x - 4 sin³ x ആണ്. പ്ലസ് sin³ x വേറെ എഴുതി. cos x ഫോമുല 4 cos³ x - 3 cos x - cos³ x ആണ്. ജസ്റ്റ് ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ മാത്രം. മുകളിൽ 3 sin x എഴുതി, -4ഉം +1ഉം വരുമ്പോൾ -3 sin³ x ആണ് വരിക. -4x + x, അതായത് -4 sin³ + sin³ എന്ന് പറഞ്ഞാൽ ഒന്ന് കുറയാണ് ചെയ്യുക, -3 sin³ x ആണ് വരിക. അതുപോലെ 4 cos³ x cos³ x കുറച്ചാൽ 3 cos³ x ആണ് കിട്ടുക, -3 cos x കിട്ടും. എല്ലാ 3യും വെട്ടിക്കളയാം. മുകളിൽ ആരാണ് കോമൺ? മുകളിൽ sin x കോമൺ ആണ്, ബാക്കി 1 - sin square x ആണ്. താഴെ ആരാണ് കോമൺ? താഴെ cos x കോമൺ ആണ്, ബാക്കി cos square x -1 ആണ്. അപ്പോൾ നമുക്ക് ഈ sin x അതുപോലെ വെക്കട്ടെ. ഈ 1 - sin square x എന്ന് പറഞ്ഞാൽ cos square x ആണ്. ഇതെവിടെ കിട്ടിയ sin square + cos square 1 ആയതുകൊണ്ട് 1 - sin square cos square ആണ്, 1 - cos square sin square ആണ്. അപ്പോൾ എന്തായാലും ഇത് അതുപോലെ cos x എഴുതി. സർ, ഇത് 1 - cos square അല്ലല്ലോ, 1 - cos square അല്ലേ sin square ആവുള്ളൂ. തിരിച്ച് cos square -1 ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി, -sin square x ആണ് വരിക. അപ്പോൾ ഒരു കോസും വെട്ടും, ഒരു സൈനും വെട്ടും. ഉത്തരം ബാക്കി മുകളിലൊരു കോസും ഉണ്ടാവും, താഴെ ഒരു sin x ഉണ്ടാവും, ഒരു നെഗറ്റീവ് ഉണ്ടാവും. ദ ആൻസർ ഈസ് ഈക്വൽ ടു -cot x ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, sin 3x വാല്യൂ ഞാൻ കൊടുത്തു നോക്കുകയാണ്. ഇതും ഷോ ദാറ്റ് തന്നെയാണ്. 4 cos 2x എന്താണ് ആൻസർ? 4 cos 2x. sin 3x വാല്യൂ 3 sin x - 4 sin³ x ബൈ sin x എഴുതി. ഇവിടെ cos 3x ഫോമുല 4 cos³ x - 3 cos x ബൈ cos x എഴുതി. മുകളിൽ കോമൺ ആയിട്ട് sin x എടുത്തു. എപ്പോഴും കോമൺ ഉണ്ടാവും മിക്ക ക്വസ്റ്റ്യൻ. 3 - 4 sin square x കിട്ടി, ബൈ sin x എഴുതി. ഈ സൈനും വെട്ടി. ഇവിടെ കോമൺ ആയിട്ട് cos x എടുത്തു, cos x ടേക്കിംഗ് ഔട്ട് സൈഡ്, ബാക്കി 4 cos square x - 1 ബൈ cos x ആണ്. ഈ കോസും വെട്ടി. സോറി, 4 cos square x - 3 ആണ്. ഇവിടെ നിന്ന് cos x എടുത്താൽ 4 cos square x ഒരു -3 ഉണ്ടാവും. എല്ലാ കോസും വെട്ടി, സൈനും വെട്ടി. ഈ ബാക്കി -3 -4 sin square x +4 cos square x -3 എഴുതി. ഈ -3യും ഈ +3യും വെട്ടി. നമ്മൾ തിരിച്ചെഴുതുമ്പോൾ 4 cos square x - 4 sin square x എഴുതി.
അതിന് 4 ടേക്കിംഗ് ഔട്ട് സൈഡ് ആകുമ്പോൾ 4 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എഴുതി. അത് 4 കോസ് 2x ആണ്. കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ 1 ആണെങ്കിലും കോസ് സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് 2x ഫസ്റ്റ് ഫോർമുലയാണ്. അതാണ് 4 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ, ദാറ്റ് മീൻസ് 4 കോസ് 2x. അപ്പോൾ എന്താ ചെയ്തത്? സൈൻ 3x ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സൈൻ കോമൺ എടുത്തു. കോസ് 3x ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കോസ് കോമൺ എടുത്തു. ബാക്കിയൊക്കെ കട്ട് ചെയ്ത് ഭംഗിയാക്കി ഇതൊന്ന് ഓർഡറാക്കി അതിൽ 4 പുറത്തേക്ക് എടുത്തപ്പോൾ കോസ് സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ വന്നു, അത് കോസ് 2x ആണ്. ഇത് ചെയ്യാൻ എൻ്റെ കയ്യിൽ വേറൊരു മാർഗം കൂടിയുണ്ട്. ഇത് ഒന്ന് ക്രോസ് മൾട്ടി, സാധാരണ ഒരു കുട്ടി ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്താ ചെയ്യാന്ന് എല്ലാവർക്കും അറിയാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനാണ് തോന്നുക. അപ്പോൾ ഒരു കുട്ടി ക്രോസ് ചെയ്തു, അപ്പോൾ എന്താ പറഞ്ഞാൽ കിട്ടുക? സൈൻ 3x കോസ് എക്സ് എന്ന് കിട്ടും. ചെയ്ത് നോക്കുകയാണ്. ഇത് കോസ് 3x സൈൻ എക്സ് കിട്ടും, കോസ് 3x സൈൻ എക്സ് കിട്ടും, ബൈ സൈൻ എക്സ് കോസ് കിട്ടും. അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കാം. ഇത് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്നാ വായിക്കാം. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് എ പ്ലസ് ബി ആണ്. അപ്പോൾ സൈൻ ഓഫ് എ പ്ലസ് ബി മീൻസ് 3x പ്ലസ് എക്സ് ആ വരിക, 4x ആ വരിക. ഇവിടെ വേണമെങ്കിൽ സൈൻ ഓഫ് എ പ്ലസ് ബി എന്ന് ഫോമിൽ എഴുതാം. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി സൈൻ ഓഫ് എ പ്ലസ് ബി ആണ്. എൻ്റെ എ 3x എൻ്റെ ബി എക്സുമാണ്, അപ്പോൾ സൈൻ 4x ആണ്. താഴെ സൈൻ എക്സ് കോസ് എക്സ് വേണമെങ്കിൽ ഞാൻ സൈൻ 2x എഴുതാം. സൈൻ 2x ഫോർമുല 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ 2x ബൈ 2 ആണ്. ഒന്നുകൂടി പറയാം. സൈൻ 2x ഫോർമുല 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. ഇവിടെ 2 കുറവുള്ളത് കൊണ്ട് സൈൻ എക്സ് കോസ് എക്സിൻ്റെ ഫോർമുല എന്നും കുട്ടികൾ ഉപയോഗിക്കുന്നതാണ്. സൈൻ എക്സ് കോസ് എക്സിൻ്റെ ഫോർമുല സൈൻ 2x ബൈ 2 ആണ്. ഇത് തിരിഞ്ഞു പോകുമ്പോൾ 2 മുകളിലോട്ടാണ് വരിക. അവിടെ എത്തിയേ. എന്താണ് സൈൻ 2x ഫോർമുല? സൈൻ 2x ഫോർമുല 2 സൈൻ എക്സ് കോസ് എക്സ് ആയതുകൊണ്ട് നാം പറഞ്ഞു സൈൻ എക്സിൻ്റെ ഫോർമുല 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 എന്ന് പറഞ്ഞു. ആഫാങ്ങളാണ്. അപ്പോൾ സിമിലർലി സൈൻ 4x എന്തായിരിക്കും? സൈൻ 2x 2 സൈൻ എക്സ് കോസ് എക്സ് ആണെങ്കിൽ സൈൻ 4x മക്കളെ 2 സൈൻ 2x കോസ് 2x അല്ലേ വരിക, ഡബിൾ ആംഗിൾ അല്ലേ വരിക. അപ്പോൾ ഇതെന്താ വരിക? ഈ 2 വേറെയുണ്ട്. സൈൻ 4x ഫോർമുല 2 സൈൻ 2x കോസ് 2x എന്നല്ലേ വരിക. ഈ മുകളിലേക്കാണ് ഈ 2 പോയത് കേട്ടോ. ബൈ സൈൻ 2x വരും. ഈ സൈനും വെട്ടി ബാക്കി എന്താ ആൻസർ? 4 കോസ് 2x. അങ്ങനെയും ചെയ്യാം. 4 കോസ് 2x. എന്താ ചെയ്തത്? ജസ്റ്റ് കോസ് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് സൈൻ ഓഫ് എ പ്ലസ് ബി സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബിയുടെ ഫോർമുല എഴുതി. എന്നിട്ട് ഒരു നല്ലൊരു ഫോർമുല ഇട്ട് സൈൻ 4x ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2 സൈൻ 2x കോസ് 2x ആണ്. അത് എവിടുന്നാണ് കിട്ടിയത്? സൈൻ 2x ഫോർമുല 2 സൈൻ എക്സ് കോസ് എക്സ് ആണെങ്കിൽ സൈൻ എക്സിൻ്റെ ഫോർമുല 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 ആണെങ്കിൽ തീർച്ചയായും സൈൻ 10x ഫോർമുല 2 സൈൻ 5x കോസ് 5x ആയിരിക്കും. ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് സൈൻ 4x ചെയ്തത്. ഓക്കെ.